ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ മൂർത്തി മുത്തശ്ശനും അതുപോലെ മുത്തശ്ശിയും കൂടെ അനന്തപുരിയിൽ നിന്ന് പോയിരിക്കുകയാണ്. പക്ഷേ ആദർശിനെയും നയനെയും തിരിച്ചു വിളിച്ചുകൊണ്ട് വരാനാണെന്ന് ഒരു ഈച്ച കുഞ്ഞിനോട് പോലും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ എല്ലാവരും ആകെ വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക, പ്രത്യേകിച്ച് ദേവയാനി. അപ്പോൾ ദേവയാനിയുടെ സങ്കടം കാണുമ്പോഴും എൻ്റെ മോനാണ് വിജയിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഈ ജാനകി ഇങ്ങനെ ഏതു നേരവും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിയും പൂജയ്ക്ക് മുന്നേ അമ്പലത്തിൽ പോയതാണെന്ന് വിചാരിച്ചല്ലേ ഇവർ ഇരിക്കുന്നത്. അച്ഛനും അമ്മയും തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കണമെന്നും ആ ഒരുക്കങ്ങളെല്ലാം കണ്ട് അച്ഛനും അമ്മയും സന്തോഷിക്കണമെന്ന കാര്യം ഇവർ പറഞ്ഞ് ഇവരെല്ലാവരെയും വിളിച്ചു കൂട്ടി ഓരോന്നായിട്ട് ചെയ്യിക്കുക. ഈ സമയത്ത് നവ്യയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം. നവ്യ എന്നിട്ട് സങ്കടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുവാണ്. എൻ്റെ അനിയത്തിയും അതുപോലെ ആദർശേട്ടനും കാരണമാണ് ഈ വിജയങ്ങളൊക്കെ ഉണ്ടായത്. എന്നിട്ട് പോലും അവരെ ഒന്ന് തിരിച്ചു വിളിക്കാനോ അവരെ മനസ്സിലാക്കാനോ മുത്തശ്ശൻ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്? ഞാനിതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ജലജ അങ്ങോട്ടേക്ക് കയറി വന്നു. ജലജ കയറി വന്നു കഴിഞ്ഞപ്പോൾ നവ്യ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നവ്യ ഒന്നും മിണ്ടാതെ ആരോടും ഒരു ഇതുമില്ലാതെ അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ നീ എന്താ ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്? ഇവിടെ എന്താ പൂജയുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഒന്നിലും കൂടുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പണ്ടേ ഈ വീട് ഉപേക്ഷിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഒരു നല്ല കാര്യങ്ങളും ഞാൻ ചെയ്യില്ല എന്നും പറയാം. എൻ്റെ കമ്പനിയെ തകർത്തുകൊണ്ട് മൂർത്തി ജ്വല്ലറി കയറി വന്നതിന് ഞാൻ എന്തിനാ ഇവിടുത്തെ പൂജയിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കണം? അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. നവ്യ, നിന്നോട് ഞാൻ മാന്യമായി പറഞ്ഞു, ഈ വീടാണ് നിൻ്റെ എല്ലാം. ഈ വീട്ടിൽ നീ നിൽക്കുന്നിടത്തോളം ഈ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നീ പാലിച്ചിരിക്കണമെന്നും AN ജ്വല്ലറിയെ കണ്ടുകൊണ്ട് നീ വലിയ ആളാകാൻ പോകരുത്, നിനക്ക് വലിയൊരു തിരിച്ചടി കിട്ടുമെന്ന് ഞാൻ ഒന്ന് പറഞ്ഞതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അമ്മ പറയുന്നത് പോലെ തന്നെ എല്ലാം അനുസരിക്കണമെന്ന് എന്താ നിയമമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവന്തിക അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ പ്രശ്നമൊന്നും ചോദിച്ചു. അപ്പോൾ അതേ നവ്യയും ഈ നമ്മുടെ ജലജയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യം ജലജ അങ്ങ് പറഞ്ഞു. അതിന് അമ്മ എന്തിനാ ഏട്ടത്തിയെ നിർബന്ധിക്കുന്നത്? ഏട്ടത്തിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏട്ടത്തി ചെയ്യണ്ട. ഏട്ടത്തി അല്ലെങ്കിലും AN ജ്വല്ലറിക്കാരുടെ ആളാണല്ലോ. അപ്പോൾ പിന്നെ ഒരിക്കലും ഏട്ടത്തെ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും ആത്മാർത്ഥത ഉണ്ടാകില്ല. അങ്ങനെയുള്ളപ്പം എന്തിനാ വെറുതെ ഏട്ടത്തെ നിർബന്ധിക്കുന്നത്? അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല എന്ന കാര്യവും ഈ മകൾ അമ്മയോട് പറയുവാണ്. അപ്പോൾ ദേ ഈ നാഗേന്ദ്രൻ്റെ കാര്യം മകളോടും ജലജ പറയണം. നിനക്കിനി നിൻ്റെ അച്ഛനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അച്ഛനുമായിട്ട് പണ്ടേ ഞാൻ എല്ലാം ഉപേക്ഷിച്ചതാണ്. നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ട് നിങ്ങളോട് പോലും ഒത്തുചേർന്ന് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അപ്പോഴല്ലേ ഈ കുടുംബത്തെയും മുത്തശ്ശനെയും നമ്മുടെ കമ്പനിയെയും ഒക്കെ ചതിച്ചിട്ട് ഇറങ്ങിപ്പോയ അമ്മയുടെ ഭർത്താവ്. അതിൻ്റെ ആവശ്യമൊന്നും അവന്തികയ്ക്കില്ല. അത്രയും ഗതികേടും അവന്തികയ്ക്ക് സംഭവിച്ചിട്ടില്ല. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവന്തിക്ക് ഇവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വഴിക്ക് പോകാതിരുന്നാൽ നിൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നും അവിടെ എങ്ങാനും നീ തലയിട്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് തീരും നീയും ഞാനുമായിട്ടുള്ള ബന്ധമെന്നൊക്കെ പറയാം. ഏതായാലും എന്നെ ഓർത്ത് അമ്മ പേടിക്കേണ്ട. അമ്മയായിട്ട് ഇനി അദ്ദേഹത്തിന് പൈസ കൂടുതലുണ്ടെന്ന് ഓർത്ത് അങ്ങോട്ട് ചായാതിരുന്നാൽ മതി. അതിന് ജലജ മരിക്കണം വഴി. ജലജ ജീവിച്ചിരിക്കുമ്പം നാഗേന്ദ്രൻ എന്ന് പറയുന്നവൻ്റെ അടുത്തേക്ക് ജലജ പോകില്ല. അവൻ ആരാണെന്നോ അവൻ എന്താണെന്നോ അവൻ്റെ സ്വഭാവം എന്താണെന്നോ ഒന്നും നിങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ജലജ ഇങ്ങനെ പറയാം. എനിക്കെന്തായാലും ആ കാര്യമൊന്നും കേൾക്കണ്ട. ഇങ്ങനെ അവന്തേക്ക് പറയുമ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് നവ്യ പറഞ്ഞു. നിങ്ങൾക്ക് അമ്മയ്ക്കും മോൾക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി സംസാരിക്കുക, അല്ലാതെ എൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ എനിക്ക് അതിന് താല്പര്യമില്ല എന്നും പറഞ്ഞു. അങ്ങനെ നവ്യ എന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇവരങ്ങ് പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അഭി കയറി വരുവാണ്. അഭി കയറി വന്നു കഴിഞ്ഞപ്പോൾ നവ്യ ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇവിടെ നടക്കുന്ന പുകയിലൊക്കെ നീ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഞാനെല്ലാം അറിഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയല്ലോടാന്ന് പറയുമ്പോൾ നമ്മളെന്തിനാ ഓരോന്ന് ചെയ്യുന്നത്? നമ്മളതിലൊന്നും പങ്കുകൊള്ളാതിരുന്നാൽ മതിയെന്ന് പറയാം. പങ്കുകൊള്ളാതിരുന്നാൽ ഇനി അടുത്തത് പ്രശ്നമാവുമോ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിച്ചു. എന്ത് പ്രശ്നമാകാൻ? അല്ല, ഇപ്പോൾ നിൻ്റെ അച്ഛൻ്റെയാണ് AN ജ്വല്ലറി എന്നുള്ള കാര്യം എടുത്ത് ഇട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു കാര്യവും ഇല്ല, നമ്മളതിൽ പങ്കെടുക്കുന്നില്ല നവ്യേ. ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? നീ ചോദിക്കേ. നീ പലതവണ സംസാരത്തിൽ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞ് പലതും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ അച്ഛനുമായിട്ട് നല്ല രമ്യതയിലല്ലേ പോകുന്നത്? നീയും നിൻ്റെ അച്ഛനും ഒരുമിച്ചല്ലേ കാര്യങ്ങളെല്ലാം നടത്തുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം, എന്നാലേ എനിക്കതിനനുസരിച്ച് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോലും നിൽക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറയിപ്പിക്കുക നവ്യ. എന്നിട്ട് അഭിയെ കൊണ്ടുവന്നിട്ട് അഭി പറഞ്ഞു, പൂർണ്ണമായും എല്ലാം മനസ്സിലാക്കാനുള്ള സമയം നിനക്കായിട്ടില്ല. അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയാം. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്തായാലും അച്ഛൻ നമുക്ക് ശത്രുവല്ല.
അച്ഛൻ്റെ സഹായവും അച്ഛൻ്റെ സ്നേഹവും കൊണ്ടാണ് നമ്മൾ രണ്ടുപേരും മെയിൻ ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചു പോകുന്നത്. അതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. അതൊക്കെ പറഞ്ഞു നവ്യ ഇവനിങ്ങനെ ഇതാക്കി. അപ്പം നവ്യയ്ക്ക് കാര്യം മനസ്സിലായി, ഇവൻ അയാളുടെ സൈഡാണെന്നും ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ ഇവനാണ് ചോർത്തി കൊടുക്കുന്നതെന്നും. അപ്പോൾ പോലും അവന്തികയെക്കുറിച്ചുള്ള ഒരു ധാരണ ആർക്കും ഇല്ല. ഈ സമയം അവിടെ അനന്തപുരിയിലേക്ക് കുറച്ച് പേരിങ്ങനെ വരുക കേട്ടോ. അപ്പോൾ ഭയങ്കര ആഘോഷത്തിൻ്റെ എന്തൊക്കെയോ ഉത്സവം നടത്തുന്ന രീതിയിലുള്ള ആ ഒരു ഇത് അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ചെണ്ടമേളക്കാർ, അതുപോലെ മുത്തുക്കുട, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരും. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടി. ഇതെന്ന് ചോദിച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ജയനും അജയനൊക്കെ ഇറങ്ങിച്ചെന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പം മൂർത്തി സാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടാണ് വന്നതെന്നുള്ള കാര്യം പറയുക. അപ്പം അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കും. അപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ പോയി ആദർശിനെയും നയനയെയും കണ്ടു, അവരോട് സംസാരിച്ചു. അപ്പോൾ ആദർശം നയനയും ആ ചേട്ടനോടും ചേച്ചിയോട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ അവർ കൊണ്ടാക്കാനായിട്ടും വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അതേ വന്നു കഴിഞ്ഞപ്പോൾ അവരോട് രണ്ടുപേരോടും നിങ്ങളുടെ സഹായം ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളുടെ സഹായം ഉപേക്ഷിച്ച് പോകുന്നതല്ല എന്നും പറയാം. ദാമുവേട്ടനോടും അതുപോലെ എലിസബത്ത് ചേച്ചിയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. അത് കഴിഞ്ഞ് മക്കളെയും കൊണ്ട് പോരുവാണ്. അപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴും മോളുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഇന്നതാണെന്നും പറഞ്ഞ് എലിസബത്ത് ചേച്ചി മുത്തശ്ശിയോടൊക്കെ പറയുമ്പോഴേക്കും അതൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ, പിന്നെ മോളെ അവിടെ ഒന്ന് എത്തിച്ച് കൊടുത്താൽ മാത്രം മതി, പൊന്നു പോലെ നോക്കാനേ ആൾക്കാർ ക്യൂവാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുത്തശ്ശൻ പറയുവാണ്. ഇയാളും അതുപോലെ രേവതിമോളും മാത്രം മതിയല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരോട് യാത്ര പറഞ്ഞ് അവരിറങ്ങുവാണ്. പോരാൻ തുടങ്ങുമ്പോഴത്തേക്കും എന്താണ് മുത്തശ്ശൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ പ്ലാൻ എന്ന് ആദർശ് ചോദിക്കുമ്പം അതൊക്കെ നീ അവിടെ വരുമ്പോൾ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശിയുടെയും കൂടെ വണ്ടിയിലേക്ക് കയറാനായിട്ട് ഇവർ ഒരുങ്ങിയപ്പോൾ നീ ഞങ്ങളോടൊപ്പം വരണ്ടായെന്നും നിനക്കുള്ള വണ്ടി പിറകെ വരുമെന്നും മുത്തശ്ശൻ പറയുക. ഞങ്ങൾ ആദ്യം വീട്ടിലേക്ക് ചെന്ന് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാനുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കട്ടെ, അതിനുശേഷം നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയാൽ മതിയെന്നും പറഞ്ഞു. പിന്നെ ഒരുപാട് സൂക്ഷിക്കണമെന്നും ശത്രുക്കൾ ചുറ്റിനും ഉണ്ടെന്ന കാര്യവും മുത്തശ്ശൻ പറയുവാണ്. ഇന്നത്തോടുകൂടി അപ്പോൾ അനന്തപുരിയിൽ എല്ലാവരും അറിഞ്ഞോ എന്ന് നയന ചോദിക്കുമ്പം ഈ നിമിഷം വരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, ഇന്നത്തോടുകൂടി എല്ലാവരും അറിയും. അതിൽ പകുതി പേരുടെ ശ്വാസം നിലയ്ക്കും, പകുതി പേർക്ക് സന്തോഷമാവുകയും ചെയ്യും എന്ന കാര്യം പറയുക. എന്തായാലും നിങ്ങൾ വരുന്നത് കൊണ്ട് കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളതെന്നും പറഞ്ഞു. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം ഇവരിവിടെ സംസാരിച്ചതിന് ശേഷം ആദർശനും നയനയ്ക്കുള്ള വണ്ടിയും റെഡിയാക്കി മുത്തശ്ശനും മുത്തശ്ശിയും സ്വന്തം വണ്ടിയിൽ തിരിച്ച് അനന്തപുരിയിലേക്കും ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാ ഒരുക്കങ്ങളുമായിട്ടിരിക്കുന്നു. വന്നവരെല്ലാവരും പുറത്തുനിന്ന് ചെണ്ടകൊട്ടവും മേളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ഇവരങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അച്ഛനെയും അമ്മയെയും ഇവർ കണ്ടപ്പോൾ ഇത് സംഭവം എന്താ ഇതെന്നൊക്കെ ഓർത്തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ഛൻ അങ്ങനെ ചോദിച്ചപ്പോൾ എന്താ അച്ഛാ ഇതെന്താ ഇന്ന് വരെ ഇല്ലാത്തൊരു പതിവും കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ പരിപാടി നടക്കാൻ പോണേന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 2 വലിയ VIP ഗസ്റ്റുകൾ വരുന്നുണ്ടെന്നും അവരെ സ്വീകരിക്കാനാണെന്നും പറഞ്ഞു. അല്ല, ഇന്നിവിടെ എന്തോ വലിയ പൂജ നടക്കുന്നെന്നല്ലേ അച്ഛൻ പറഞ്ഞേ, അല്ലാതെ ഗസ്റ്റുകൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഗസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പ്രിപ്പറേഷൻ ഇവിടെ നടത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അങ്ങനെ വലിയ പ്രിപ്പറേഷനൊന്നും നടത്തേണ്ട കാര്യമില്ല ഈ ഗസ്റ്റ് വരുന്നതിന്. ഇന്നിവിടെ നടക്കുന്ന ഈ വലിയ പൂജയിൽ അവരും പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആരാ ഇപ്പോൾ വരുന്നത്? അല്ലച്ചാ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ആരുടെ കാര്യം അച്ഛനീ പറയണേന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകും. എന്തായാലും അവരെത്താറായി, നിങ്ങൾ കുറച്ച് താലമൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുക അവരെ സ്വീകരിക്കാനായിട്ട്, അത്രയ്ക്കും വിശിഷ്ടപ്പെട്ടവരാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ താരമൊക്കെ എടുത്ത് സ്വീകരിക്കാനും മാത്രമുള്ള വിശിഷ്ടാതിഥികൾ ആരാ എന്നോർത്ത് ഇവരിങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വരുന്നവരാണോ എന്ന് ചോദിക്കുമ്പോൾ കമ്പനിക്ക് വേണ്ടിയല്ല, നമ്മുടെ കമ്പനിയെ പിടിച്ചു നിർത്തിയ ആൾക്കാരാണ് വരാൻ പോകുന്നത്. നമ്മുടെ ഈ കഷ്ടപ്പാടും അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തതിനെല്ലാം പിറകിൽ നിന്ന് നമുക്ക് കട്ട സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നവരാണ് വരാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛനിങ്ങനെ സസ്പെൻസ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് നവ്യയും അവന്തികയും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. മുത്തശ്ശ ആരാണെന്നൊന്ന് പറഞ്ഞുകൂടെ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അത് പറയാനുള്ള സമയമായില്ല മോളെ, അത് കണ്ടു തന്നെ അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അത്രയ്ക്ക് വിശിഷ്ടപ്പെട്ടവരാണ്, അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും ജലജയുടെ കുനിഷ്ഠ ഓരോന്നുണ്ടല്ലോ, ജലജ അവിടെ നിന്ന് ഓരോ കുനിഷ്ഠ പറയുമ്പോൾ നീ മിണ്ടരുതെന്ന് പറഞ്ഞു, നീ വാ തുറന്ന് പോകരുത് എന്ന് ജലജയോട് പറയാണ് മുത്തശ്ശൻ. അപ്പോൾ അമ്മയ്ക്കെങ്കിലും പറഞ്ഞുകൂടെ ആരാ വരുന്നതെന്ന് ദേവയാനി ചോദിച്ചപ്പോൾ ഞാനായിട്ട് ഇനി അത് പറയില്ല, എന്തായാലും വരുന്നവർ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, വരുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, എന്തായാലും നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് വരുന്നതെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ആ സമയത്ത് ജാനകി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ തൻ്റെ മോനെ സപ്പോർട്ട് ചെയ്തവരാണല്ലോ വരുന്നത്. എന്തായാലും വരുന്നവർ ചില്ലറക്കാരല്ല എന്ന് അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം കൊണ്ട് മനസ്സിലായില്ലേ ഏട്ടത്തി. അനി കയറിയതിന് ശേഷം അനി ഭയങ്കരമായിട്ട് ഉയർച്ചയിൽ എത്തിച്ചല്ലോ കമ്പനി, അതുകൊണ്ട് അനിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർ വല്ലവരും ആയിരിക്കും, അല്ലെങ്കിൽ അനിയുടെ ആ ഒരു കഴിവൊക്കെ കണ്ട് നമ്മുടെ കുടുംബത്തെ
ഭയങ്കര ഇതാക്കാൻ വേണ്ടി വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജാനകി ഇങ്ങനെ പറയുമ്പം നിൻ്റെ മകൻ്റെ കഴിവിനെ പറ്റിയും അവൻ ചെയ്ത പ്രവർത്തികളെ പറ്റിയും ഏതു സമയവും എങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് ജാനകിയോട് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. എന്തായാലും നിൻ്റെ മകൻ കഷ്ടപ്പെട്ട് ആ ഒരു കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി പിന്നിൽ നിന്ന് രക്ഷിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഷ്ടപ്പെട്ടവരും അതിനൊരു വലിയ ഇത് തന്നെ വല വിരിച്ചവരാണ് വരാൻ പോകുന്നതെന്നും പറയുകയാണ്. അവരാണ് നെടുന്തൂണായി എനിക്ക് നിന്നതെന്നും അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിങ്ങനെ ഉയർച്ചയിലെത്താനായിട്ട് പറ്റിയതെന്ന കാര്യവും മുത്തശ്ശൻ പറയുവാണ്. അപ്പോൾ അപ്പോഴും ആദർശാണെന്നും അല്ലെങ്കിൽ നയനയാണെന്നൊരു ചിന്ത ഇവരുടെ മനസ്സിലേക്ക് പോകുന്നില്ല. ഇവരിങ്ങനെ വേറെ ഏതോ VIP വരുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത്. ഈ VIP എന്നാണല്ലോ മുത്തശ്ശൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെ ആ ഒരു VIPകളെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നയനയും ആദർശും അവിടെ നിന്ന് പോരുന്നു. ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ മുത്തശ്ശൻ എന്തൊക്കെയായിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ എന്തായാലും മുത്തശ്ശൻ ഭയങ്കര സന്തോഷത്തിലാണെന്നും മുത്തശ്ശൻ നമുക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ ആദർശ് പറയണം. മുത്തശ്ശൻ ഇത്രയും നാൾ നമ്മളെ സങ്കടപ്പെടുത്തിയതിൻ്റെ 10 ഇരട്ടി സന്തോഷമാണ് ഈ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ഈ 1-2 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് മുത്തശ്ശൻ തന്നതെന്നും ഇവർ പറയാം. ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇവർ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടാണ് പോണേ. ഈ സമയത്ത് അവിടെ കൊട്ടുമുറുകട്ടെ മേളം മുറുകട്ടെ എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശൻ അവരിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നു. മുത്തശ്ശനോട് ഇവർക്കാണ് ചോദ്യം ചോദിച്ച് തീരുന്നുമില്ല. മുത്തശ്ശനാണെങ്കിൽ ഉത്തരം പറയാനായിട്ട് കുറച്ച് വലിച്ചു നിൽക്കുകയും ചെയ്യുന്നു. കാരണം മുഴുവനും പറഞ്ഞു പോയ സസ്പെൻസ് പൊളിഞ്ഞില്ലേ. ആ സമയത്ത് അവരിങ്ങനെ എത്താറായി. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ടൊന്ന് നിർത്തി അവരെല്ലാവരും താലമൊക്കെ പിടിച്ച് നിൽക്കുകയാണ് VIPകളെ സ്വീകരിക്കാനായിട്ട്. എന്നാലും ഏത് VIP ആയിരിക്കും ഈ വരുന്നതെന്ന് ഓർത്ത് അവന്തിക. ആ സമയത്ത് അബിയും ഇവരെല്ലാവരും വന്നിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ നവ്യ എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഈ വീട്ടിലല്ലേ അവൾ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ പങ്കെടുക്കണമെന്ന് ദേവയാനി നവ്യയോട് പറയും. അപ്പോൾ നവ്യ അതിനൊന്നും ആദ്യം കൂട്ടാക്കിയില്ല. അപ്പോൾ നവ്യയുടെ ഈ ഒരു താളം തുള്ളലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ ദേവയാനി അങ്ങ് പറഞ്ഞു. അതിപ്പോൾ മനസ്സോടെയാണ് നവ്യ വന്ന് അവിടെ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും വന്നിങ്ങനെ നിൽക്കുന്നു. എല്ലാവരും വന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു വണ്ടി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അവരിപ്പോൾ ഇങ്ങ് എത്തും എന്നും പറയുകയും ചെയ്തായിരുന്നല്ലോ. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക വരുന്ന VIP ആരാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് എല്ലാവരും നോക്കി നിൽക്കുന്നു. അപ്പോഴത്തേനും ഈ വണ്ടി വരുന്നത് കണ്ടപ്പോഴത്തേനും കൊട്ട് മുറുകി. പെട്ടെന്ന് ആ വണ്ടിയിൽ നിന്നും 2 പേരിറങ്ങി വരിക. അത് വേറെ ആരുമല്ല, നമ്മുടെ നയനയും ആദർശും. ഇവരെ 2 പേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി അതുവരെ ഭയങ്കര ചിരിയും ചിരിച്ചപ്പോൾ ഈ വലിയ വണ്ടിയിലൊക്കെ ആദർശം നയനയും വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. അതുവരെ ചിരിച്ച് പിടിച്ചുകൊണ്ടിരുന്ന ജാനകിയുടെ മുഖം അങ്ങ് കറുത്തു. മുഖം സങ്കടപ്പെട്ടിരുന്ന ദേവയാനിയുടെ മുഖം വെളുത്തു. അതുപോലെ തന്നെ നവ്യ ഇങ്ങനെ നേരത്തേക്കും ജലജ ഒരു നോട്ടം. ജലജ കണ്ണുന്തി പിടിച്ചിങ്ങനെ നോക്കുവാണ്. അപ്പോൾ നവ്യ ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, ചിരിക്കുക. കണ്ണ് ഉന്തി പിടിച്ചുകൊണ്ട് അഭി നോക്കുന്നു. അവന്തിക്ക് ഏറ്റവും വലിയ അടി കിട്ടിയത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരിങ്ങോട്ടേക്ക് വരും എന്നുള്ളത്. അങ്ങനെ എന്തായാലും ആദർശം നയനയും അനന്തപുരിയിലേക്ക് വലതുകാല് വെച്ച് കയറിയിരിക്കുകയാണ്. അങ്ങനെ അച്ഛാ ഇവരായിരുന്നോ വരുന്നത്? അച്ഛൻ ഒരു വാക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുവാണ് മുത്തശ്ശൻ. എന്തായാലും കുട്ടികൾ വന്നു, ഇനി അവരെ നിങ്ങൾ ആരതിയൊക്കെ ഒഴിയാൻ പറയാം. അങ്ങനെ ഇവരാണ് നമ്മുടെ കമ്പനിയെ നിലനിർത്തിയ ഏറ്റവും വലിയ ശക്തികളെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇവരുമായിട്ടുള്ള പിണക്കമൊക്കെ വിട്ടോന്ന് ചോദിച്ചു. ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പിള്ളേരോട് പിണങ്ങിയതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. മുത്തശ്ശൻ എന്നിട്ട് അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം പറയുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാ പറഞ്ഞത് വെള്ളിടി വെട്ടിയതുപോലെ ആയിപ്പോയി അവന്തികയ്ക്കും അബിക്കും ജലജയ്ക്കും ജാനകിക്കും. നവ്യ അന്നേരം ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കാം. അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ നവ്യയെ നോക്കി. നവ്യ അന്നേരം മുഖത്ത് ചിരിയൊന്നും ഇല്ലാതെ ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കുക സന്തോഷം കൊണ്ടേ. അങ്ങനെ നമ്മുടെ നയനയും ആദർശവും അവരുടെ പട്ടാഭിഷേകവും ഒക്കെ ആയിട്ട് ഇന്നത്തെ നല്ല സൂപ്പർ എപ്പിസോഡാണ്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.